നിങ്ങളുടെ മനസ്സിൻ്റെ പ്രായം എത്രയാണെന്ന് അറിയാനുള്ള ഒരു കളർ ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ പ്രായം നമ്മുടെ യഥാർത്ഥ പ്രായത്തെ അപേക്ഷിച്ച് വളരെ ചെറുപ്പമാണ്, അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട് എന്നൊക്കെ പറയാറില്ലേ? അതിനെയാണ് മെൻ്റൽ ഏജ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ മെൻ്റൽ ഏജ് എത്രയാണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിനായി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ നിങ്ങൾക്കത് അറിയാൻ വേണ്ടി സാധിക്കും. അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സൊരു കൊച്ചു കുട്ടിയുടേതാണോ അല്ലെങ്കിൽ പ്രായം ചെന്ന ഒരു വ്യക്തിയുടേതാണോ എന്നറിയാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ല, നിങ്ങളുടെ മനസ്സിന്റെ പ്രായം നിങ്ങളുടെ യഥാർത്ഥ പ്രായത്തിന് തുല്യമാണോ എന്നും അറിയാൻ വേണ്ടി സാധിക്കും. അതിനായി എൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകി ഓരോ ഉത്തരത്തിനൊപ്പവും നൽകിയിരിക്കുന്ന പോയിന്റുകൾ എഴുതി വെച്ച് അവസാനം അതൊക്കെ കണക്ക് കൂട്ടി നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ പ്രായം അറിയാനാകും. ഇനി സംസാരം നിർത്തി വേഗം തന്നെ ടെസ്റ്റ് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഏത് കളറാണ് കൂടുതലായി കാണാൻ കഴിയുന്നത്? ഇവിടെ നിങ്ങൾക്ക് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 ഓപ്ഷൻസ് കാണാം. ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ എ ആണെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടും. ബി ആണെങ്കിൽ 5 പോയിന്റ്, സി ആണെങ്കിൽ 1 പോയിന്റ്, ഡി ആണെങ്കിൽ 2 പോയിന്റ്, ഇ ആണെങ്കിൽ 3 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നിങ്ങൾക്ക് പിങ്ക് ഷെയ്ഡ്സിന്റെ വ്യത്യസ്ത 5 നിറങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എ ആണെങ്കിൽ 3 പോയിന്റ്, ഷെയ്ഡ് ബി ആണെങ്കിൽ 2 പോയിന്റ്, സി ആണെങ്കിൽ 1 പോയിന്റ്, ഡി ആണെങ്കിൽ 5 പോയിന്റ്, ഇ ആണെങ്കിൽ 4 പോയിന്റ്. മൂന്നാമത്തെ ചോദ്യം, ഈ ഒരു മനോഹരമായ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അല്ലയോ? അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് ലഭിക്കും. ഇനി അല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം, എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും സൂര്യാസ്തമയം വളരെ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇവിടെ നിങ്ങൾക്ക് സൂര്യാസ്തമയത്തിന്റെ 4 അതിമനോഹരമായ ചിത്രങ്ങൾ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. രണ്ടാമത്തെ ചിത്രത്തിന് 2 പോയിന്റ്. മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ 4 പോയിന്റ്. നാലാമത്തെ ചിത്രത്തിന് 1 പോയിന്റ്. അഞ്ചാമത്തെ ചോദ്യം, പിങ്ക് നിറത്തിലെ ഷെയ്ഡ്സ് തിരഞ്ഞെടുത്ത ചോദ്യം പോലെ ഇപ്രാവശ്യം നീല നിറത്തിലെ ഷെയ്ഡ്സ് ഒന്ന് നോക്കി നോക്കൂ. ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഷെയ്ഡ് എ ആണെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ്, ബി ആണെങ്കിൽ 4 പോയിന്റ്, സി ആണെങ്കിൽ 3 പോയിന്റ്, ഡി ആണെങ്കിൽ 5 പോയിന്റ്, ഇ ആണെങ്കിൽ 1 പോയിന്റ്. ആറാമത്തെ ചോദ്യം, മഞ്ഞിൽ പുതന്ന മനോഹരമായ ഈ ചിത്രത്തിൽ ഏത് നിറമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത്? എ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ 1 പോയിന്റ് മാത്രം, ബി ആണെങ്കിൽ 4 പോയിന്റ്, സി ആണെങ്കിൽ 5 പോയിന്റ്, ഡി ആണെങ്കിൽ 3 പോയിന്റ്, ഇ ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ 2 പോയിന്റ്. ഏഴാമത്തെ ചോദ്യം, ഇത് കുറച്ചുകൂടി എളുപ്പമാക്കാം. ഇതിൽ നിന്നൊരു വാട്ടർ കളർ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ റെഡ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ 2 പോയിന്റ് ലഭിക്കും. ഓപ്ഷൻ ബി യെല്ലോ ആണെങ്കിൽ 4 പോയിന്റ്. ഓപ്ഷൻ സി ബ്ലൂ ആണെങ്കിൽ 5 പോയിന്റ്. ഓപ്ഷൻ ഡി ഗ്രീൻ ആണെങ്കിൽ 1 പോയിന്റ്. ഓപ്ഷൻ ഇ ഓറഞ്ച് ആണെങ്കിൽ 3 പോയിന്റ്. എട്ടാമത്തെ ചോദ്യം, ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാണുന്ന കളർ ഏതാണ്? നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ എ ആണെങ്കിൽ 4 പോയിന്റ്, ബി ആണെങ്കിൽ 2 പോയിന്റ്, സി ആണെങ്കിൽ 1 പോയിന്റ്, ഡി ആണെങ്കിൽ 5 പോയിന്റ്, ഓപ്ഷൻ ഇ ആണെങ്കിൽ 3 പോയിന്റ്. ഇതായിരുന്നു അവസാനത്തെ ചോദ്യം. ഇനി നിങ്ങൾക്ക് ലഭിച്ച പോയിന്റ്സ് ഒന്ന് കൂട്ടി നോക്കൂ. നിങ്ങൾക്ക് ലഭിച്ച പോയിന്റ്സിന്റെ തുക 7നും 12നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രായം 20ന് താഴെയാണ്. നിങ്ങളുടെ ആധാർ കാർഡിലെ ജനന തീയതി എത്രയാണെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വളരെ ചെറുപ്പമാണ്. നിങ്ങളുടെ യഥാർത്ഥ പ്രായം 20നേക്കാളും ഒക്കെ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ്. ജീവിതത്തോട് ഒരാൾക്ക് കൗമാരത്തിൽ തോന്നുന്നത് പോലെ ഉത്സാഹവും അധിനിവേശവും ഇത്രയും വർഷത്തിന് ശേഷവും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ റിസൾട്ട് 13നും 20നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രായം 20നും 29നും ഇടയിലാണ്. നിങ്ങൾ വളരെ ആക്റ്റീവും ക്രിയേറ്റീവും ഒപ്പം ജീവിതം വളരെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എങ്കിൽ നിങ്ങൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ്. ബാല്യവും കൗമാരവും ഒക്കെ കടന്നുപോയി. പക്ഷെ അതിൽ നിന്ന് നല്ലത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ബാക്കിയെല്ലാം മറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ ജീവിതം ആ ഒരു കാലത്തെ പോലെ തന്നെ മനോഹരവും രസകരവും ഒക്കെയാണ് താനും.
നിങ്ങളുടെ ആകെ പോയിന്റ്സ് 21നും 28നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രായം 30നും 39നും ഇടയിലാണ്. നിങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ്. പുതിയ കാര്യങ്ങളെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് കൗതുകവുമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉത്തരവാദിത്തബോധവും പക്വതയും ഒക്കെയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതാണ് ശരിയായ ബാലൻസ്. കുട്ടികളെ പോലെ തന്നെ സന്തോഷിക്കാനും അതേപോലെ മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വയം പര്യാപ്തത നേടാനും നിങ്ങൾക്ക് കഴിയുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ പോയിന്റിന്റെ തുക 29നും 35നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രായം 40നും 49നും ഇടയിലാണ്. നിങ്ങൾക്ക് നല്ല പക്വതയും ജീവിതാനുഭവങ്ങളും ഉണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന നല്ല ബോധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കളിച്ചു നടക്കാൻ സമയമില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാം തന്നെ നേടിയെടുക്കുന്ന ചുറ്റുമുള്ള എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായി തുടരാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സിന്റെ തുക 36നും 40നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഏജ് 50ന് മുകളിലാണ്. അതൊരു മോശം കാര്യമൊന്നുമല്ല. മറിച്ച് നിങ്ങൾക്ക് അറിവുള്ള ശാന്തനായ ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് ജീവിതം എന്താണെന്ന് നന്നായി അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ സുഖമാണ് ഏറ്റവും വലുത്. എല്ലാവരും തന്നെ ഒരു കാര്യത്തിന് ഉപദേശം തേടാൻ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അതുപോലെ എല്ലാവർക്കും നിങ്ങളെ വളരെ വിശ്വാസവുമായിരിക്കും. ഇതൊക്കെ ഇന്ന് വളരെ വിരളമായി മാത്രം കാണുന്ന സ്വഭാവ ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയില്ല. അപ്പോൾ നിങ്ങളുടെ മെന്റൽ ഏജ് എത്രയാണ്? അത് നിങ്ങൾ യഥാർത്ഥ പ്രായത്തിനടുത്താണോ? താഴെ കമൻറ്റ് ചെയ്ത് പറയുക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് അവരുടെ മനസ്സിൻ്റെ പ്രായം കണ്ടെത്താൻ സഹായിക്കുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഫോളോ ഫോർ മീ.